നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ മുഴുവനും സൂപ്പറാണ്, അടിപൊളിയാണെന്നാണ് നിങ്ങളുടെ വിചാരം. എങ്കിൽ നിങ്ങളൊരു ഭൂലോക മണ്ടനാണ്. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റുവാ. വചനത്തിൽ പറയുന്നു, ബോഷന്റെ ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തി ഉത്തമമാണ്, വിവേകി ഉപദേശത്തെ. ഞാൻ ചെയ്യണതൊക്കെ മുഴുവനും സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരിക്കലും തെറ്റുപറ്റിയത് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ചേച്ചി ചെയ്യുന്നത് ആ ചെയ്തത് ശരിയായില്ല, അച്ഛൻ ആ പറഞ്ഞത് ശരിയായില്ല, എന്നാലും അവർ ചെയ്തതല്ലേ തെറ്റ്. അവരുടെ തെറ്റ് അച്ഛൻ ചൂണ്ടിക്കാണിച്ചില്ല, അവരുടെ തെറ്റ് അവരോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ മുഖത്ത് നോക്കി ഇവരുടെ കുറവ് നമുക്ക് പറയാൻ പറ്റിയത് പറഞ്ഞ അപ്പൊ ഇവര് ഭയങ്കരമായി ഇമോഷണലാവും, ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മളും ഇങ്ങനത്തെ ആളുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ടോക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, പലരെയും ഉപദേശിക്കുന്ന ഒരു അച്ഛനാണ്. എനിക്ക് പോരായ്മ വരുമോ? ചിലപ്പോൾ ഞാൻ സമ്മതിക്കാതിരിക്കും, എന്റെ ഭാഗത്തും അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇത് നമുക്കൊരു ആത്മശോധനയ്ക്കുള്ള കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് മുഴുവനും സൂപ്പറാണ്, പെർഫെക്റ്റ് ഓക്കെ ആണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ, ഏറ്റവും വലിയ മണ്ടി. സമ്മതിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ചില ആളുകളെയൊക്കെ നമ്മൾ പറയാറില്ലേ, തോൽപ്പിക്കാനല്ല അവരെ ബുദ്ധിമുട്ട്, അവരെ ഏതെങ്കിലും കളികളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തോൽപ്പിക്കാനല്ല, അവര് തോറ്റു എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തോറ്റെന്ന് സമ്മതിക്കുകയില്ല, പറ്റിപ്പോയെന്ന് സമ്മതിക്കുകയില്ല. തിരിച്ചറിയാൻ പറ്റണം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.